2025 ജോൺ സീന വില്ലനായത് നമ്മളെല്ലാവരും കണ്ടു. എന്നാൽ 2010 ജോൺ സീന വില്ലന്മാരുടെ ടീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ജോൺ സീനയുടെ ബദ്ധശത്രുക്കളായിട്ടുണ്ടായിരുന്ന നെക്സസ് ടീമിലായിരുന്നു ജോൺ സീന ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സസിലെ ഒരു മെമ്പറായിട്ട് സീന മാറിയതും നെക്സസിന് വേണ്ടി ഫൈറ്റ് ചെയ്തതും നെക്സസിലെ വേഡ് ബാരറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള റെസ്ലേഴ്സിനെ തല്ലിയിട്ടുണ്ടായിരുന്ന ജോൺ സീനയെ നിങ്ങൾക്കറിയാമോ? ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ആ കഥയാണ് പറയാൻ വേണ്ടി പോകുന്നത്. വെൽക്കം ടു സാറ്റർഡേ നൈറ്റ് സ്റ്റോറി. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ലൈക്ക് ചെയ്തേക്കണേ. 2010 സമ്മർ സ്ലാമിന് ശേഷം നടന്നിട്ടുണ്ടായിരുന്ന റോ എപ്പിസോഡിൽ നെക്സസ് ടീം വന്നു. സമ്മർ സ്ലാമിൽ WWE ടീമിനോട് തോറ്റതിന് ശേഷമായിരുന്നു അവർ റോ എപ്പിസോഡിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്നുകൊണ്ട് അവരെക്കുറിച്ച് പൊക്കി പറയുകയുണ്ടായി, അവരെക്കുറിച്ച് ന്യായീകരിക്കുകയുണ്ടായി. അപ്പോഴത്തെ ജോൺ സീന വന്നു ഓരോരോ നെക്സസ് മെമ്പേഴ്സിനെയും കളിയാക്കിക്കൊണ്ടായിരുന്നു സീൻ അവിടെ സംസാരിച്ചത്. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം നടക്കുന്ന സമയത്ത് അതാ വരുന്നു ജനറൽ മാനേജറുടെ വക ഒരു ഇമെയിൽ. സമ്മർ സ്ലാമിൽ നടന്നതിന്റെ രണ്ടാം പാർട്ട് ഇന്ന് റോ എപ്പിസോഡിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളതായിരുന്നു ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സസ് ടീമിലെ 6 പേർക്കെതിരെ സമ്മർ സ്ലാമിൽ ജോൺ സീനയുടെ 6 പേർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നും അങ്ങനെ മത്സരിക്കുന്നതാണ്. പക്ഷേ ഇന്നത്തെ മത്സരം 6 പേർക്കെതിരെ ഒരുമിച്ചായിരിക്കില്ല മത്സരിക്കുക, എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും മത്സരിക്കുക. നെക്സസ് ടീമിലെ മെമ്പേഴ്സിനെ ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ കഴിയുമോ എന്നുള്ളത് ഞങ്ങളൊന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ജനറൽ മാനേജർ അവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സസ് ടീമിലെ ഓരോ മെമ്പേഴ്സിനും ആരെയാണ് അവർ നേരിടേണ്ടത് എന്നുള്ളത് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു കാര്യം കൂടി മൈക്കിൾ കോൾ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ വേഡ് ബാരറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ, നെക്സസ് പഴയതിലും സ്ട്രോങ്ങർ ആയിരിക്കണം, നെക്സസ് പഴയതിലും പവർഫുൾ ആയിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ സിംഗിൾസ് മാച്ചുകളിൽ ആരാണോ തോൽക്കുന്നത് അവരെ ഞങ്ങൾ നെക്സസിൽ നിന്നും പുറത്താക്കുന്നതാണ്. അവർ വേണ്ട ഇനി നെക്സസിൽ, അവരില്ലാത്ത നെക്സസ് മതി, പവർഫുൾ ആയിട്ടുള്ള നെക്സസ് മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡേവിഡ് ഒട്ടുങ്ക മൈക്ക് എടുത്തുകൊണ്ട് വേഡ് ബാരറ്റിനോട് പറഞ്ഞു, ഈ നിയമം നിനക്കും ബാധകമാണ് ബാരറ്റ്, നീ തോറ്റു കഴിഞ്ഞാൽ നീയും ഈ ഒരു ടീമിൽ നിന്നും പുറത്താവുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മൈക്കിൾ കോൾ വീണ്ടും മൈക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു, വേഡ് ബാരറ്റിന് അദ്ദേഹത്തിന്റെ എതിരാളിയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. കാരണം വേഡ് ബാരറ്റിന്റെ മാച്ച് അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നതാണ്. ക്രിസ് ജെറിക്കോയ്ക്ക് എതിരെയാണ് വേഡ് ബാരറ്റ് ആദ്യമായി മത്സരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന്. അപ്പോൾ തന്നെ ക്രിസ് ജെറിക്കോ അവിടേക്ക് വന്നു. വേഡ് ബാരറ്റ് വേഴ്സസ് ക്രിസ് ജെറിക്കോ തമ്മിലുള്ള മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഈ മാച്ചുകളിൽ ഒരിക്കലും നെക്സസ് ടീം ഇന്റർഫിയർ ചെയ്തു വന്ന് എതിരാളികളെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറ്റാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് വളരെ വലുതായിരിക്കും എന്നുള്ളതും കൂടി ജനറൽ മാനേജർ പറഞ്ഞു. അങ്ങനെ മാച്ചിന്റെ ഏറ്റവും അവസാനം വേഡ് ബാരറ്റ് അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്തുകൊണ്ട് ക്രിസ് ജെറിക്കോയെ തോൽപ്പിച്ചുകൊണ്ട് ആദ്യത്തെ വിജയം നെക്സസിന് വേണ്ടി സ്വന്തമാക്കി. അടുത്ത മത്സരം മൈക്കിൾ ടർവർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന നെക്സസ് മെമ്പറിന്റേതായിരുന്നു. മൈക്കിൾ ടർവറിനെതിരെ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് നെക്സസിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ടായിരുന്ന ഡാനിയൽ ബ്രയാൻ ആയിരുന്നു. ഡാനിയൽ ബ്രയാൻ വേഴ്സസ് മൈക്കിൾ ടർവർ തമ്മിലുള്ള മത്സരം അവിടെ തുടങ്ങുകയുണ്ടായി. രണ്ടുപേരും നന്നായിട്ട് മത്സരിച്ചു. ആ മത്സരത്തിന്റെ ഏറ്റവും അവസാനം മിസും അദ്ദേഹത്തിന് കൂടെയുള്ള അലക്സ് റോയിലെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയും കൂടി വന്ന് ഡാനിയൽ ബ്രയാന്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കുകയുണ്ടായി. ഡാനിയൽ ബ്രയാനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയുണ്ടായി. അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്ന ബ്രയാനെ ഒരു റോള പിന്നിലൂടെ മൈക്കിൾ ട്രവർ പുറത്താക്കുകയുണ്ടായി. അങ്ങനെ നെക്സസ് ടീമിന് രണ്ടാമത്തെ വിജയവും സ്വന്തമാക്കാൻ കഴിഞ്ഞു. ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ഡാനിയൽ ബ്രയാൻ മിസിനെ പോയിട്ട് നന്നായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ മത്സരം ജസ്റ്റിൻ ഗബ്രിയേൽ വേഴ്സസ് ബ്രാറ്റ് ഹാർട്ട് തമ്മിലുള്ളതാണ് എന്നുള്ളത് അവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം ബാക്ക് സ്റ്റേജിൽ നെക്സസ് ടീമിനെയായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഡാരൻ യങ് നെക്സസ് ടീമിൽ വന്ന് പറയുകയുണ്ടായി, ഞാൻ ചൂസ് ചെയ്യുന്നത് മറ്റാരെയുമല്ല, ജോൺ സീനയാണ്. ജോൺ സീന എന്നെ പട്ടിയെ തല്ലുന്നത് പോലെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് തല്ലിയതാണ്, അതിന് പ്രതികാരം എനിക്ക് തീർക്കണം, അതിനെ എനിക്ക് ജോൺ സീനയെ വേണം എന്നുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, നിന്നെ ജോൺ സീന തോൽപ്പിച്ചതാണ്, ഇതിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ടീമിൽ നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് നീ ശ്രദ്ധിച്ചു വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാൻ. എന്തായാലും നിന്റെ തീരുമാനത്തെ ഞങ്ങൾ എല്ലാവരും തന്നെ അനുകൂലിക്കുന്നു എന്നുള്ളതായിരുന്നു എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ജസ്റ്റിൻ ഗബ്രിയേൽ വേഴ്സസ് ബ്രാറ്റ് ഹാർട്ട് തമ്മിലുള്ള മാച്ചിന് സമയമായി. ജസ്റ്റിൻ ഗബ്രിയേൽ റിംഗിലേക്ക് വന്നു. അപ്പോൾ തന്നെ മൈക്കിൾ കോളിന് ഒരു ഇമെയിൽ വന്നു. ജനറൽ മാനേജർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബ്രാറ്റ് ഹാർട്ടിനെ എനിക്ക് ഇഷ്ടമേ അല്ല, ഞാൻ വരുന്നതിന് മുൻപേ ഉണ്ടായിരുന്ന ജനറൽ മാനേജറായിരുന്ന അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളും എനിക്ക് ഇഷ്ടമല്ല, എൻ്റെ റോ എപ്പിസോഡിൽ ബ്രാറ്റ് ഹാർട്ട് വന്ന് മത്സരിക്കുന്നതിന് എനിക്ക് താല്പര്യവുമില്ല. ബ്രാറ്റ് ഹാർട്ടിന് പകരം ഞാൻ പുതിയൊരു വ്യക്തിയാണ് ജസ്റ്റിൻ ഗബ്രിയലിനെ എതിരാളിയായിട്ട് തരുന്നത്, ആ ഒരു വ്യക്തി ഇപ്പോൾ കടന്നു വരുന്നതാണ് എന്നുള്ളത് പറഞ്ഞു. അതാ വരുന്നു ദി വൈപ്പർ, ദി ലെജൻഡ് കില്ലർ റാൻഡി ഓർട്ടൺ. അങ്ങനെ റാൻഡി വേഴ്സസ് ജസ്റ്റിൻ ഗബ്രിയേൽ തമ്മിലുള്ള മത്സരം പൊട്ടിപ്പൂരമായി നടക്കുന്ന സമയത്ത് ഷെയ്മസ് എൻട്രൻസിന്റെ ആ ഒരു ഭാഗത്തു നിന്നും റിംഗ് സൈഡിലേക്ക് വന്നു. റാൻഡി ഷെയ്മസിനെ തല്ലിക്കൊണ്ട് കാണികളുടെ ഇടയിലേക്ക് പോയി. അവിടെ നിന്നും കറങ്ങി ഒന്ന് വന്നപ്പോഴേക്കും ടൈം ഔട്ടായി, കൗണ്ട് ഔട്ടായി. റാൻഡി ഓർട്ടൺ തോറ്റതായിട്ട് അവിടെ പ്രഖ്യാപിച്ചു കൗണ്ട് ഔട്ടിലൂടെ. റാൻഡിക്ക് ദേഷ്യം പിടിച്ചു. റാൻഡി അതാ റിംഗിലേക്ക് കയറുന്നു. ജസ്റ്റിൻ ഗബ്രിയലിനിട്ട് RKO
ഓ. പിന്നീട് നടന്നത് ഒരു സിംഗിൾസ് മാച്ച് ആയിരുന്നില്ല, ടാഗ് ടീം മാച്ച് ആയിരുന്നു. ഡേവിഡ് ഒട്ടുങ്ക ആൻഡ് സ്കിപ്പ് ഷെഫീൽഡ് അഥവാ റൈബാക്ക് വേഴ്സസ് ജോൺ മോറിസൺ ആൻഡ് ആർട്രൂത്ത് തമ്മിലുണ്ടായിരുന്ന മാച്ച് ആയിരുന്നു. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം സ്കിപ്പ് ഷെഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റൈബാക്ക് ഇവരെ രണ്ടുപേരെയും അറ്റാക്ക് ചെയ്തു. നെക്സസ് ടീം തന്നെ ആ ഒരു മാച്ചിലും വിജയിച്ചു. അടുത്തതായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന മാച്ച് എഡ്ജ് വേഴ്സസ് ഹീത്ത് സ്ലൈറ്റർ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് ആയിരുന്നു. ആ ഒരു മാച്ചിന് മുൻപേ ഹീത്ത് സ്ലൈറ്റർ എഡ്ജിനെ കണ്ടിട്ട് നമുക്ക് ഈ മാച്ച് നടത്തണ്ട, എഡ്ജ് ഈ മാച്ചിൽ പങ്കെടുക്കരുത് എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എഡ്ജ് ഇതിന് സമ്മതിച്ചില്ല. ഹീത്ത് സ്ലൈറ്റർ എഡ്ജിനെ ബാക്ക് സ്റ്റേജിൽ വെച്ച് അറ്റാക്ക് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള മാച്ചായി. എഡ്ജും ഹീത്ത് സ്ലൈറ്ററും റിംഗ് സൈഡിൽ നിൽക്കുകയാണ്. എഡ്ജ് സ്ലൈറ്ററിനെ ഒരു സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്നപ്പോഴേക്കും സ്ലൈറ്റർ അകത്തേക്ക് കയറി. പക്ഷേ അപ്പോൾ എഡ്ജ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൗണ്ട് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു എന്ന്. അതേ കൗണ്ട് ഔട്ടിലൂടെ എഡ്ജും തോൽക്കുകയുണ്ടായി. എഡ്ജിനും ദേഷ്യം വന്നു. ഹീത്ത് സ്ലൈറ്ററിനെ അതാ കിടക്കുന്നു ഒരു സ്പിയർ. പിന്നീട് നടന്നത് മെയിൻ ഇവന്റ് ജോൺ സീന വേഴ്സസ് ഡാരൻ യങ് തമ്മിലുണ്ടായിരുന്ന മാച്ച്. ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം ഒരു STF എന്ന് പറഞ്ഞിട്ടുള്ള സബ്മിഷൻ മൂവിലൂടെ ജോൺ സീന തന്നെ വിജയിക്കുകയുണ്ടായി. വിജയിച്ച ഉടനെ നെക്സസ് ടീം മുഴുവൻ ഓടി വന്നു റിംഗിലേക്ക്. സീനയെ അറ്റാക്ക് ചെയ്യാനല്ല, ഡാരൻ യങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഡാരൻ യങ് ഒരുപാട് സോറി എല്ലാം തന്നെ പറഞ്ഞെങ്കിലും അദ്ദേഹത്തെ നന്നായി അറ്റാക്ക് ചെയ്ത് ടീമിൽ നിന്നും പുറത്താക്കുകയുണ്ടായി. ഇനി നെക്സസ് ടീമിൽ ആകെ 6 പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തൊട്ടടുത്ത ആഴ്ച ഷെയ്മസ് വന്ന് മൈക്കെടുത്ത് സംസാരിച്ചു. ഇനി അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്ന പേപ്പർ വ്യൂ നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് ആണല്ലോ. നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. ഒരു മാസം ഞാൻ ലീവ് എടുത്ത് പോകാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഫാമിലിയെ കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ചാമ്പ്യൻഷിപ്പ് ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതാ വരുന്നു വെയ്ഡ് ബാരറ്റ് വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് NXTയുടെ ആദ്യത്തെ സീസൺ വിജയിച്ചത് ഞാനാണ്. എനിക്ക് വിജയിച്ച സമയത്ത് തന്നിട്ടുണ്ടായിരുന്ന കോൺട്രാക്ട് WWE ഏത് ചാമ്പ്യൻഷിപ്പ് തനിക്ക് ഇഷ്ടപ്പെട്ട ഏത് പേപ്പർ വ്യൂവിന് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം എന്നുള്ളതായിരുന്നു. ഞാൻ നിന്നെ ഈ ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിലേക്ക് ചലഞ്ച് ചെയ്യുന്നു എന്ന് വെയ്ഡ് ബാരറ്റ് പറഞ്ഞു. അപ്പോൾ തന്നെ ഷെയ്മസ് പറഞ്ഞു എനിക്കത് നടക്കില്ല, ഞാനതിന് സമ്മതിക്കില്ല എന്ന്. ജനറൽ മാനേജറുടെ മെയിൽ വന്നു. ജനറൽ മാനേജർ അത് ഓക്കെ പറഞ്ഞു. വെയ്ഡ് ബാരറ്റ് വേഴ്സസ് ഷെയ്മസ് തമ്മിലുള്ള മാച്ച്. പക്ഷെ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി 2 പേര് മാത്രമല്ല മാച്ചിലുള്ളത്, ഈ മാച്ചിന് അർഹിച്ച കുറച്ച് പേര് കൂടിയുണ്ട്, അവരെ കൂടി ഈ മാച്ചിലേക്ക് ഞങ്ങൾ ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരെയായിട്ട് വിളിക്കുകയുണ്ടായി. ഒന്നാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ക്രിസ് ജെറിക്കോയായിരുന്നു. രണ്ടാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് റാൻഡി ഓർട്ടൺ. മൂന്നാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് റേറ്റഡ് ആർ സൂപ്പർ സ്റ്റാർ എഡ്ജ്. നാലാമതായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ജോൺ സീന. അങ്ങനെ ഇവരെല്ലാവരും കൂടിയുള്ള ഒരു 6 പാക്ക് ചലഞ്ച് മാച്ച് ആയിരിക്കും നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പേപ്പർ വ്യൂവിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് അനൗൺസ് ചെയ്യുകയുണ്ടായി. 6 പാക്ക് ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എലിമിനേഷൻ മാച്ചാണ്. തോൽക്കുന്നതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് ആ ഒരു മാച്ചിൽ നിന്നും പുറത്തായി പോകുന്നതാണ് എന്നുള്ളതായിരുന്നു കരാറുണ്ടായിരുന്നത്. നമ്മുടെ എലിമിനേഷൻ ചാമ്പർ പോലെ. പക്ഷേ ചാമ്പർ ഒന്നും ഉണ്ടാകില്ല, സാധാ റിംഗ് മാത്രം. അങ്ങനെ എല്ലാവരും കൂടി എത്തിയപ്പോൾ വെയ്ഡ് ബാരറ്റിനെ ആയിരുന്നു ഇവർ ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നത്. വെയ്ഡ് ബാരറ്റിനെ അറ്റാക്ക് ചെയ്തു, പുറത്തേക്കിട്ടു. ഷെയ്മസ് തിരിഞ്ഞപ്പോൾ ക്രിസ് ജെറിക്കോയുടെ വക കോഡ് ബ്രേക്കർ. അത് കഴിഞ്ഞ് ക്രിസ് ജെറിക്കോ എഴുന്നേറ്റ് നിന്നപ്പോൾ എഡ്ജിന്റെ വക ഒരു സ്പിയർ. എഡ്ജ് തിരിഞ്ഞു നിന്നപ്പോൾ ജോൺ സീനയുടെ വക ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ്. ജോൺ സീന മറിഞ്ഞു നോക്കിയപ്പോൾ അതാ കിടക്കുന്നു RKO. അങ്ങനെ റാൻഡി ആയിരുന്നു ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അവസാനം അടിപൊളിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാച്ച് തുടങ്ങി എല്ലാവരും അടിപൊളിയായിട്ട് തകൃതിയായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു. റാൻഡിയുടെ വക ഒരു RKO ക്രിസ് ജെറിക്കോയ്ക്ക് കൊടുത്തു. ഒന്നാമതായിട്ട് പുറത്തായിട്ടുണ്ടായിരുന്നത് ക്രിസ് ജെറിക്കോ. പിന്നീട് എല്ലാവരും മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നത് വെയ്ഡ് ബാരറ്റിനെ തന്നെയായിരുന്നു. വെയ്ഡ് ബാരറ്റിനെ അറ്റാക്ക് ചെയ്തു, പുറത്തേക്കിട്ടു. ഇവരുടെ എല്ലാവരുടെയും പ്രൈം ടൈമിലാണ് ഈ മത്സരം നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. ഇതിൽ വെയ്ഡ് ബാരറ്റ് മാത്രമേ പുതുതായിട്ട് വന്നൊരു വ്യക്തിയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും തന്നെ അവരുടെ കഴിവ് തെളിയിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെയായിരുന്നു ഇങ്ങനെയൊരു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അടുത്തതായിട്ട് ജോൺ സീനയുടെ വക ഒരു ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എഡ്ജിന് കിട്ടുകയുണ്ടായി. അങ്ങനെ എഡ്ജും എലിമിനേറ്റ് ആയി പോവുകയുണ്ടായി. പിന്നീട് മാച്ചിന്റെ അവസാനമായപ്പോഴേക്കും നെക്സസ് ടീം അതാ റിംഗിലേക്ക് കയറി വരുന്നു. വെയ്ഡ് ബാരറ്റിനെ രക്ഷിക്കാൻ വേണ്ടി വെയ്ഡ് ബാരറ്റ് സീനയെ അറ്റാക്ക് ചെയ്തു, അദ്ദേഹത്തിന്റെ ഫിനിഷർ ചെയ്തു, സീനയെ എലിമിനേറ്റ് ചെയ്തു. സീന എലിമിനേറ്റ് ആയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒന്നും നോക്കാനില്ലല്ലോ, വേഗം തന്നെ ഒരു ചെയർ എടുത്തുകൊണ്ടുവന്ന് നെക്സസ് ടീമിലെ എല്ലാവരെയും പൊതിരെ തല്ലുകയുണ്ടായി. റാൻഡിയുടെ വക ഹീത്ത് സ്ലൈറ്ററിനെ ഒരു RKO കൊടുക്കുകയുണ്ടായി. അതുപോലെ വെയ്ഡ് ബാരറ്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു RKO. അങ്ങനെ വെയ്ഡ് ബാരറ്റിനെ എലിമിനേറ്റ് ചെയ്തു. ഇനി ആകെ 2 പേർ മാത്രം WWE ചാമ്പ്യനായിട്ടുള്ള ഷെയ്മസ് ആൻഡ് റാൻഡി ഓർട്ടൺ. ആ ഒരു മാച്ചിന്റെ അവസാനം ഒരു കിഡിലൻ RKO ചെയ്തുകൊണ്ട് റാൻഡി ഓർട്ടൺ ജയിച്ചു, ന്യൂ WWE ചാമ്പ്യനായി മാറുകയുണ്ടായി. റാൻഡി അദ്ദേഹത്തിന്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നടന്ന റോ എപ്പിസോഡിൽ ജോൺ സീന വന്നുകൊണ്ട് നെക്സസ് ടീമിനെ ഞാൻ ഇന്നത്തോടു കൂടി തീർക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറഞ്ഞു.
ഓരോരുത്തരെയായിട്ട് ഞാൻ തീർത്തിരിക്കുമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ എനിക്കുള്ള മാച്ച് വേഡ് ബാരറ്റിനെതിരെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ജോൺ സീന റിംഗിലേക്ക് വന്നു. വേഡ് ബാരറ്റ് അനൗൺസർ ടേബിളിന്റെ മുകളിൽ കയറിയിട്ട് നീ നെക്സസ് ടീമിലെ ഓരോരുത്തരായിട്ട് തീർക്കണമെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മാച്ച് തന്നെ ആദ്യം നടക്കട്ടെ, ഒരു ഗോൺലെറ്റ് മാച്ച് നടക്കട്ടെ. നെക്സസ് ടീമിലെ എല്ലാ മെമ്പേഴ്സിനെയും നീ തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ നിനക്ക് എന്നെയായിട്ടുള്ള ഒരു മാച്ച് ലഭിക്കുകയുള്ളൂ എന്നുള്ളത് വേഡ് ബാരറ്റ് അവിടെ പറഞ്ഞു. ഇതിനിടയിൽ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും റൈബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്കിപ്പ് ഷെഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള നെക്സസ് ടീമിലെ മെമ്പർ എവിടെയെന്നുള്ളത്. അദ്ദേഹത്തിന് ശരിക്കും WWE ഒരു ഹൗസ് ഷോ നടന്ന സമയത്ത് ഇഞ്ചുറി പറ്റുകയും അങ്ങനെ WWE നിന്നും റിലീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 വർഷക്കാലത്തേക്ക് ഒരു മത്സരങ്ങളിൽ പോലും മത്സരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ നെക്സസ് ടീമിൽ നിന്നും WWE നിന്നും തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജോൺ സീന ആ ഒരു ഗോൺലെറ്റ് മാച്ചിന് ഓക്കെ പറഞ്ഞു. ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഹീത്ത് സ്ലൈറ്റർ ആയിരുന്നു. ഹീത്ത് സ്ലൈറ്റർ ജോൺ സീന തമ്മിലുള്ള മത്സരം നടന്നു. ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഹീത്ത് സ്ലൈറ്ററിനെ ജോൺ സീന ആ ഒരു മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്തു. അടുത്തതായി ഡേവിഡ് ഒട്ടുങ്ക വന്നു. ഒരു റോളപ്പിനിലൂടെ ഒട്ടുങ്കയെയും ജോൺ സീന എലിമിനേറ്റ് ചെയ്തു. പിന്നീട് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത് മൈക്കിൾ ട്രവറിനായിരുന്നു. ഒരൊറ്റ സബ്മിഷൻ മൂവിലൂടെ STF എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ മൂവിലൂടെ മൈക്കിൾ ട്രവറിനെയും സീന എലിമിനേറ്റ് ആക്കി. ഇനി ആകെ ജസ്റ്റിൻ ഗബ്രിയേൽ മാത്രമേ ബാക്കിയുള്ളൂ. ജസ്റ്റിൻ ഗബ്രിയേലിനെയും ജോൺ സീന തോൽപ്പിക്കുമെന്നുള്ള രീതിയിൽ എത്തിയപ്പോഴേക്കും നെക്സസ് ടീം മുഴുവൻ വീണ്ടും റിംഗിലേക്ക് കയറി വന്നു. ജോൺ സീനയെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ തന്നെ സീന ഒരു ചെയർ എടുത്ത് ഇവരെ എല്ലാവരെയും തന്നെ അടിക്കാൻ വേണ്ടി ഓങ്ങുകയുണ്ടായി. അപ്പോൾ തന്നെ പേടിച്ചിരണ്ട നെക്സസ് എൻട്രൻസിന്റെ അവിടേക്ക് എത്തി. വേഡ് ബാരറ്റ് സംസാരിച്ചു. നിനക്കിപ്പോൾ എന്നായിട്ടുള്ള ഒരു മാച്ച് ലഭിക്കണമെന്നുള്ള ആഗ്രഹം അതിപ്പോൾ കിട്ടില്ല. ഹെൽ ഇൻ എ സെൽ പേപ്പർ വ്യൂ വരാൻ വേണ്ടി പോകുന്നുണ്ട്. ആ ഒരു പേപ്പർ വ്യൂവിൽ നമുക്ക് മത്സരിക്കാമെന്ന് സീന അപ്പോൾ തന്നെ ഓക്കെ ഞാൻ റെഡി എന്നുള്ള രീതിയിൽ സംസാരിച്ചു. പക്ഷെ അപ്പോൾ വേഡ് ബാരറ്റ് പറഞ്ഞത് എനിക്ക് കുറച്ച് ഡിമാൻഡുകൾ ഉണ്ട് എന്നായിരുന്നു. കുറച്ച് ഡിമാൻഡുകളല്ല, ഒരൊറ്റ ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മാച്ചിൽ ജോൺ സീന തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നെക്സസ് ടീമിലേക്ക് ജോൺ സീന ജോയിൻ ചെയ്യണം എന്നുള്ളത്. സീന പറഞ്ഞു അത് ഞാൻ ഓക്കെയാണ്, പക്ഷേ ആ ഒരു മാച്ചിൽ നിങ്ങൾ തോൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്നേക്കുമായി നെക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു ടീം പൂട്ടിക്കെട്ടിയിട്ട് നിങ്ങളെല്ലാവരും WWE നിന്നും പോകണമെന്നുള്ളത്. അങ്ങനെ അവർ ആ ഒരു കരാറിന് ഒപ്പിട്ടു. അങ്ങനെ ഹെൽ ഇൻ എ സെൽ പേപ്പർ വ്യൂ ജോൺ സീന വേഴ്സസ് വേഡ് ബാരറ്റ് തമ്മിലുള്ള മത്സരം നടക്കുന്നു. നെക്സസ് ടീം അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്നപ്പോൾ വേഡ് ബാരറ്റ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഈ ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്യേണ്ട, ഞാൻ പറയുമ്പോൾ മാത്രം വന്നാൽ മതി എന്ന് പറയുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോഴേക്കും സീന ആ ഒരു മാച്ചിൽ വിജയിക്കുമെന്നുള്ള രീതിയിൽ എത്തി നിൽക്കുമ്പോൾ നെക്സസ് ടീമിലെ 4 മെമ്പേഴ്സും റിങ്ങിന്റെ 4 സൈഡുകളിൽ നിന്ന് സീനയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. അതാ വരുന്നു ബിഗ് ഷോ. ബിഗ് ഷോ മാത്രമല്ല WWE സൂപ്പർ സ്റ്റാറുകൾ എല്ലാവരും കൂടി വന്ന് ഈ 4 നെക്സസ് മെമ്പേഴ്സിനെയും അറ്റാക്ക് ചെയ്ത് ഒരു പരുവമാക്കി. അതോടുകൂടി ആ ഒരു മാച്ചിൽ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ 4 പേരും പിന്നീട് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനം സീന അദ്ദേഹത്തിന്റെ STF മൂവ് വേഡ് ബാരറ്റിന്റെ മേൽ ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ അതാ ഒരു വ്യക്തി കാണികളുടെ ഇടയിൽ നിന്നും ഓടി വരുന്നു. ഒരു ജീൻസും ഷർട്ടും ഇട്ടിട്ടുണ്ടായിരുന്ന വ്യക്തി. അദ്ദേഹത്തെ സെക്യൂരിറ്റിക്കാർ പിടിച്ചു വെച്ചു, റഫറി പിടിച്ചു വെച്ചു. അതിൽ സീന തന്റെ STF മൂവ് അവിടെ വിടുകയുണ്ടായി. ഇതും നോക്കി റിംഗ് റോപ്പിൽ ചാരി നിന്നിട്ടുണ്ടായിരുന്ന ജോൺ സീനയെ മറ്റൊരു വ്യക്തി വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്തു പോകുന്നതും ആ ഒരു സമയത്ത് വേഡ് ബാരറ്റ് സീനയെ തോൽപ്പിച്ചുകൊണ്ട് ആ മാച്ചിൽ വിജയിക്കുന്നതുമായിരുന്നു നമ്മൾ കണ്ടത്. ഇത് തികച്ചും തീർത്തും അൺഎക്സ്പെക്റ്റഡ് മൊമെന്റ് തന്നെയായിരുന്നു. അങ്ങനെ അടുത്ത റോ എപ്പിസോഡ് വന്നു. നെക്സസ് ടീം റിംഗിൽ വന്നുകൊണ്ട് പുതിയ മെമ്പറെ വെൽക്കം ചെയ്യുകയുണ്ടായി. പുതിയ മെമ്പറായ ജോൺ സീനയുടെ കയ്യിലേക്ക് നെക്സസിന്റെ ബാൻഡ് ധരിപ്പിക്കുകയുണ്ടായി. നെക്സസിന്റെ പ്ലഡ്ജ് അവിടെ ചൊല്ലിപ്പിക്കുകയുണ്ടായി. എന്തായാലും ടീമിലേക്ക് കയറിയതല്ലേ, ഇന്ന് തന്നെ നിനക്കൊരു മാച്ച് നൽകാം. നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ നെക്സസ് ടീമിൽ നിന്നും ടാഗ് ടീം മെമ്പറായിട്ട് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. മൈക്കിൾ ട്രവറിനെയായിരുന്നു ജോൺ സീന സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മാർക്ക് ഹെൻറിക്കും ഈവൻ ബോണിനുമെതിരെയായിരുന്നു ഇവരുടെ ടാഗ് ടീം ഉണ്ടായിരിക്കുക എന്നുള്ളത് പറയുകയുണ്ടായി. ആ ഒരു മാച്ച് തുടങ്ങി. ജോൺ സീനക്ക് ടാഗ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് തൊട്ട് മുമ്പേ സീന ഇറങ്ങി കാണികളുടെ അടുത്തേക്ക് പോയി ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യാൻ വേണ്ടി നിന്നു. ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മാർക്ക് ഹെൻറി ആ ഒരു മാച്ചിൽ മൈക്കിൾ ട്രവറിനെ തോൽപ്പിച്ചുകൊണ്ട് വിജയിക്കുകയുണ്ടായി. നെക്സസ് ടീമിൽ തന്നെ നിന്ന് നെക്സസ് ടീമിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ പ്ലാൻ എന്നുള്ളതായിരുന്നു ജോൺ സീന അവിടെ നിന്നും മൈക്ക് എടുത്തുകൊണ്ട് പറഞ്ഞത്. എന്നിട്ട് മൈക്കിൾ ട്രവറിനെ നന്നായി അറ്റാക്ക് ചെയ്തു. സ്റ്റീൽ സ്റ്റെപ്പിന്റെ മുകളിലേക്കെല്ലാം തന്നെ എടുത്തിടുകയുണ്ടായി. അപ്പോൾ തന്നെ ജനറൽ മാനേജറുടെ അടുത്ത മെയിൽ വന്നു. നെക്സസ് ടീമിലേക്ക് കയറണമെന്നുള്ളത് നിന്റെ മാച്ചിന്റെ നിയമമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. നീ അതിൽ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ WWE നിന്നും നിന്നെ ടെർമിനേറ്റ് ചെയ്യും, അഥവാ WWE നിന്നും നിന്നെ ഞാൻ ഫയർ ചെയ്യുമെന്നുള്ളതായിരുന്നു ജനറൽ മാനേജർ പറഞ്ഞത്. അപ്പോൾ സീനയ്ക്ക് ഇനി വേറെ വഴിയൊന്നും തന്നെ ഇല്ലായിരുന്നു നെക്സസ് ടീമിൽ ജോയിൻ ചെയ്യുകയല്ലാതെ. അങ്ങനെ ആ ഒരു റോ എപ്പിസോഡിൽ തന്നെ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടന്ററെ, അതായത് WWE ചാമ്പ്യനെ ഇനി നേരിടുന്നത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റിൽ റോയൽ നടക്കുകയുണ്ടായി. WWE സൂപ്പർ താരങ്ങളും നെക്സസ് ടീമിലെ എല്ലാ മെമ്പേഴ്സുമായിരുന്നു അതിലുണ്ടായിരുന്നത്. വേഡ് ബാരറ്റ് നെക്സസ് ടീമിലെ മെമ്പേഴ്സിനോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു, ഞാൻ ഈ ഒരു മാച്ചിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ വേഡ്
ബാരറ്റിനെ പൊതിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള സൂപ്പർ താരങ്ങളെ മുഴുവൻ എല്ലാവരും എലിമിനേറ്റ് ചെയ്യാൻ തുടങ്ങുകയുണ്ടായി. അങ്ങനെ ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ബാക്കിയുണ്ടായിരുന്നത് 3 പേർ, വേഡ് ബാരറ്റ്, ജോൺ സിന ആൻഡ് ഷെയ്മസ്. ഇതിൽ ഷെയ്മസിനെ ജോൺ സിന എലിമിനേറ്റ് ചെയ്തു. ബാക്കിയുണ്ടായിരുന്നത് ജോൺ സിന ആൻഡ് വേഡ് ബാരറ്റ്. രണ്ടുപേരും നന്നായിട്ട് മത്സരിക്കാമെന്നുള്ള രീതിയിൽ സീന നിന്നു. പക്ഷേ വേഡ് ബാരറ്റ് പറഞ്ഞത്, ഇപ്പോൾ തന്നെ റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോ, നീ എലിമിനേറ്റ് ആക്, നീ സ്വമേധയെ എലിമിനേറ്റ് ആയിട്ട് എന്നെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ജോൺ സിന തനിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ലല്ലോ, തന്നെ ടെർമിനേറ്റ് ആക്കുമല്ലോ എന്ന് വിചാരിച്ച് ആ ഒരു മാച്ചിൽ നിന്നും സ്വമേധയ എലിമിനേറ്റ് ആവുകയുണ്ടായി. അങ്ങനെ വേഡ് ബാരറ്റ് വിജയിച്ചുകൊണ്ട് WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ 1 കണ്ടന്ററായിട്ട് വേഡ് ബാരറ്റ് മാറുകയുണ്ടായി. പക്ഷേ അപ്പോഴായിരുന്നു ശരിക്കും വേഡ് ബാരറ്റിനെ കാലൻ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. യെസ്, അപ്പോഴത്തെ WWE ചാമ്പ്യനായിട്ടുള്ള ദ വൈപ്പർ, ലെജൻഡ് കില്ലർ റാൻഡി ഓർട്ടൺ ആയിരുന്നു അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. റാൻഡി വേഴ്സസ് വേഡ് ബാരറ്റ് തമ്മിലുള്ള ഒരു മാച്ച് ആയിരിക്കും ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവരുടെ ഫ്യൂഡ് ആയിരിക്കും ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. റാൻഡി വന്നു, വേഡ് ബാരറ്റിന്റെ മുഖത്തോട് മുഖം നോക്കി തന്റെ കയ്യിലുള്ള ചാമ്പ്യൻഷിപ്പ് ഉയർത്തിപ്പിടിച്ചു നിന്നു. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഇത് വെറും ഒരു തുടക്കം മാത്രം. വേഡ് ബാരറ്റ് വന്നുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോൺസിനെക്കെതിരെയുള്ള ആ ഒരു മാച്ചിൽ വേഡ് ബാരറ്റിനെ വിജയിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ടായിരുന്നത് 2 മെമ്പേഴ്സ് ആയിരുന്നു. ആ 2 പേരും ഇപ്പോഴുള്ള നെക്സസ് ടീമിലെ മെമ്പേഴ്സ് അല്ല, NXTയുടെ 2ാമത്തെ സീസണിലെ മത്സരാർത്ഥികളായിട്ടുണ്ടായിരുന്ന മൈക്കിൾ മെക്ലഗറ്റി ആൻഡ് ഹസ്കി ഹാരിസ്. ഇവർ 2 പേരും വന്നിട്ടായിരുന്നു എന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കാൻ സഹായിച്ചത് എന്നുള്ളത് വേഡ് ബാരറ്റ് പറഞ്ഞു. ഈ ഹസ്കി ഹാരിസ് ആണ് നമ്മുടെ സ്വന്തം ബ്രേ വൈറ്റ്. അതുപോലെ മൈക്കിൾ മെക്ലഗറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു വ്യക്തിയാണ് കർട്ടിസ് ആക്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേരിൽ WWEയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയായിരുന്നു ജോൺ സീന നെക്സസ് ടീമിലെ ഒരു മെമ്പറായി മാറിയിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ജോൺ സീന ആ ഒരു ടീമിൽ വർക്ക് ചെയ്യുക? ആ ഒരു ടീമുമായിട്ട് ജോൺ സീന സിങ്കായി പോയിട്ടുണ്ടായിരുന്നോ? ആ ഒരു ടീമായിട്ട് ജോൺ സീന എപ്പോഴാണ് പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ലൈക്കുകൾ ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ വേണ്ടി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ഗൈസ്.